എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. സെബിയുടെ പുതിയ റൂൾസൊക്കെ അനുസരിച്ച് നമുക്ക് ഷെയർസ് ഒന്നും ഇന്ന ഷെയർ ഇന്ന റേഞ്ചിൽ ബൈ ചെയ്ത് സെല്ല് ചെയ്യുക, അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും പറയരുത്. സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരല്ലാതെ, സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ളവർക്ക് എന്തും പറയാൻ കുഴപ്പമൊന്നുമില്ല. അവർ പറഞ്ഞിട്ട് നമുക്ക് നോർമൽ അറിയാവുന്ന കാര്യമാണല്ലോ. ടി വിയിലൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ഷെയർ റെക്കമെൻഡേഷനൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന വലിയ വലിയ പുള്ളികൾ. അവർ ചെയ്യുന്ന ഷെയറുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആ പറയുന്ന സെക്കൻഡ് തൊട്ട് താഴോട്ട് പോകും ഒരു ഷെയർ ബൈ ചെയ്യാൻ പറഞ്ഞാൽ. പിന്നെ അതിന് അവർ വേറെ ഓരോ റീസണുകൾ കണ്ടിട്ട് അവരതിൻ്റെ അനുസരിച്ച് ഇത് ചെയ്തുള്ളൂ. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നല്ല രീതിയിൽ ഷെയർ റെക്കമെൻഡ് ചെയ്യുന്നതും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അവർക്കൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, നമുക്കും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സെബി രജിസ്റ്റേർഡ് അല്ല. അപ്പം നമ്മൾ പിന്നെ അതിൻ്റെ അനുസരിച്ചുള്ള രീതിയിൽ പിന്നെ വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും. നോർമൽ ചാനലിൻ്റെ പേര് ട്രേഡർ സ്ട്രീറ്റ് എന്നായിരുന്നു. ഇനി അത് ചാനലിൻ്റെ പേരും മാറ്റണം. പിന്നെ ഒരു മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു ചാനലായിട്ട് മാറ്റണം. ഷെയറിൻ്റെ മാത്രമായിട്ടല്ലാതെ സ്റ്റോക്കിൻ്റെ രീതിയിൽ ഡെയിലി ന്യൂസ് ബേസ്ഡ് നമുക്ക് വീഡിയോ ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഷെയർ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന CPR സ്ട്രാറ്റജി അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പറയണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ ഷെയറുകൾ കണ്ടുപിടിച്ച് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ എൻ്റെ ആ വീഡിയോ നിങ്ങൾക്ക് ഇതിനകത്തിപ്പം എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് മൈ CPR സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് ഇതിലുണ്ട്. ഇതിൻ്റെ ഇതാണ് മൈ മോസ്റ്റ് സക്സസ്ഫുൾ ട്രേഡിംഗ് സ്റ്റൈൽ ആൻഡ് CPR എന്ന് പറയുന്നത്. ഇതിനകത്ത് മുഴുവനുണ്ട്. ഇതിന് മുന്നിലുള്ള ഈ വീഡിയോയിലൊക്കെ കുറച്ചേ ഉള്ളൂ. ഇതിനകത്താകുമ്പം ഫുൾ ഡീറ്റെയിൽസും ഉണ്ട്. ഷെയർ CPRൻ്റെ സെറ്റ് ചെയ്യുന്നതുണ്ട്, ട്രേഡിംഗ് വ്യൂലുണ്ട്, അതുപോലെ ഷെയറുകൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇത് കണ്ടിട്ട് ഇപ്പം അതിനുശേഷം നമ്മളിട്ട ഈ പ്രൊഡക്റ്റീവ് ചാനൽ, ഈ 2 വീഡിയോയും ഇതിനകത്തുള്ള വീഡിയോ എല്ലാം നല്ലതാണ്. പിന്നെ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി 20 MA വെച്ചുള്ളത്, 5 MA വെച്ചൊക്കെ ഉള്ളതെല്ലാം നല്ല സ്ട്രാറ്റജീസാണ്. ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് CPRും പിന്നെ ഈ പ്രൊഡക്റ്റീവ് ചാനൽ, ഈ 2 വെച്ചിട്ടുള്ളതാണ്. നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഷെയർ പലരും സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ചിലർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഷെയർ സെലക്ട് ചെയ്യുമ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഗൂഗിളിലെ NSE ടോപ്പ് ഗെയിനേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലിങ്ക് കിട്ടും. NSE ടോപ്പ് ഗെയിന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ NSEയുടെ ലിങ്കിലോട്ട് കയറി വരും. ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി കമ്പനികൾ അല്ലെങ്കിൽ നല്ല ഹെവി വോളിയത്തിൽ ട്രേഡായ ഷെയറുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. നല്ല ഹൈയിൽ പോയ ഷെയറുകൾ സെലക്ട് ചെയ്തിട്ട് അതിലാണ് നമ്മൾ CPR സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പം Nifty 50-കകത്താണെങ്കിൽ നമുക്ക് കൂടുതലും നല്ല മൂവ്മെൻ്റുള്ള ഷെയറുകൾ കിട്ടാൻ സാധ്യത കുറവാണ്. ഇന്നലെ ബഡ്ജറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇത്ര നല്ല മൂവ്മെൻ്റൊക്കെ കിട്ടുന്നത്. അതല്ല എങ്കിൽ ഇവിടെ 2% 3% റേഞ്ചിലൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഷെയർ ആണെങ്കിൽ അതിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു നല്ലൊരു 2-3% മൂവ്മെൻ്റ് ഉള്ള ഷെയറിനകത്ത് പോയിട്ട് ആ ഷെയറുകൾ എടുക്കുക. അപ്പോൾ അതിനകത്ത് നമ്മളെന്തോ ചെയ്യണം, ഷെയറിൻ്റെ ഇത് അപ്ലൈ ചെയ്യണം. എന്താണ് CPRൻ്റെ ലെവലുകൾ അപ്ലൈ ചെയ്യണം. CPRൻ്റെ ഫോർമുല ഒക്കെ എൻ്റെ ആ വീഡിയോക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഷെയറിൻ്റെ ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്, VWAP. പിന്നെ ഈ VWAP എന്ന് പറയുന്ന ആവറേജ് ട്രേഡ് പ്രൈസാണ്. ഇന്നലത്തെ ഈ ഷെയറിൻ്റെ ആവറേജ് ട്രേഡ് പ്രൈസാണ് ഈ കാണിക്കുന്നത്. നമ്മൾ CPRൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാൻ നമ്മൾ എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ട് നമ്മൾ നേരത്തെയുള്ള ഇതെല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഷെയർ ഇപ്പം ട്രെൻഡ് ആണെങ്കിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ട്രെൻഡ് എടുക്കുക.
അതിൻ്റെ ആ ദിവസത്തെ ഹൈ, ലോ, ക്ലോസ് അത് 3 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത ദിവസത്തിനുള്ള CPR ലെവലുകൾ കിട്ടും. അപ്പം അടുത്ത ലെവലിനുള്ള CPR ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ എന്താ ചെയ്യേണ്ടത്. CPR സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾക്ക് ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുക. നമ്മൾ നോർമൽ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു വീഡിയോ എല്ലാ വീഡിയോയിലും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നില്ല. പക്ഷേങ്കിൽ നമ്മൾ ഷെയർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഫസ്റ്റ് നമ്മൾ റിസ്ക് അധികം ഇല്ലാതെ ചെയ്യേണ്ടവർക്ക് ഈ റേഞ്ചിൽ ഇപ്പോൾ നിഫ്റ്റി 50യുടെ ഇതിൽ പോയിട്ട് ഒരു 2-3 ഷെയർ എടുക്കുക. അതല്ല അത് ചെയ്ത് നമുക്ക് നിഫ്റ്റി നെക്സ്റ്റ് 50യിലും കിട്ടും നല്ല മൂവ്മെൻ്റ് ഉള്ള ഷെയർ. അപ്പോൾ അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ആദ്യത്തെ 2-3 ഷെയർ എടുക്കുക. അതിൻ്റെ ഹൈയും ലോയും ക്ലോസും അപ്ലൈ ചെയ്യും. ഇപ്പം നമ്മൾ ഡിമാർട്ട് എടുത്തെങ്കിൽ നമ്മൾ ആ എക്സൽ ഷീറ്റ്, ഞാൻ ആ എക്സൽ ഷീറ്റ് കാണിച്ചു തരാം. പഴയ എക്സൽ ഷീറ്റ് ഞാൻ വീഡിയോയിൽ കാണിച്ച സിമ്പിൾ സ്ട്രാറ്റജി. പഴയ ഇതൊക്കെ അല്ലേ കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പഴയ ഒരു വീഡിയോ എടുക്കാം. പഴയ ഒരു വീഡിയോ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഈ വീഡിയോയിൽ നമുക്ക് കണ്ടാലറിയാം. CPR ഷെയറുകൾ നമ്മൾ എടുത്തേക്കുന്ന ഈ ഷെയറിനകത്ത് നമ്മൾ ഷെയറിൻ്റെ പ്രൈസ് ഇതെല്ലാം മാനുവലായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് 18% എൻട്രി മാനുവലായിട്ട് കൊടുക്കണം. ഷെയറിൻ്റെ പേര് കൊടുക്കണം. ഹൈയും ലോയും ക്ലോസും ഇട്ട് കൊടുക്കുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ എക്സൽ ഷീറ്റിൽ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഫോർമുല സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കാര്യങ്ങൾ അതിൽ കിട്ടും. ഓട്ടോമാറ്റിക്കലി എല്ലാം ഇതാകും നമ്മൾ ഹൈയും ലോയും ക്ലോസും ഇട്ട് കൊടുക്കുമ്പോൾ. പിന്നെ നമ്മൾ ആവറേജ് ട്രേഡ് പ്രൈസ് നമ്മൾ തന്നെ എൻട്രി ചെയ്യണം. നമ്മുടെ ട്രേഡിംഗ് സോഫ്റ്റ്വെയറിൽ ആവറേജ് ട്രേഡ് പ്രൈസ് കിട്ടും, എല്ലാവർക്കും കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് അവിടെ ആവറേജ് ട്രേഡ് പ്രൈസ് എടുത്തിടുക. പ്രീവിയസ് ക്ലോസും ഇതെല്ലാം നമ്മൾ മാനുവലി ഈ 3 ലെവലുകൾ നമ്മൾ മാനുവലി എൻട്രി ചെയ്യണം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ CPR ലെവലുകളെല്ലാം കിട്ടും. പിന്നെ നമ്മൾ സ്ട്രാറ്റജി അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ബഡ്ജറ്റിലാണെങ്കിൽ ഇപ്പം ഇന്നലെ ആയിരുന്നു നമ്മുടെ ബഡ്ജറ്റിൽ വന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ബഡ്ജറ്റ് കിട്ടിയില്ല. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ ബഡ്ജറ്റാണ് ഇത്. പിന്നെ അവർ നോർമൽ നമുക്ക് ചെയ്തേക്കുന്നത് എന്ന് പറയുന്നത് ബഡ്ജറ്റിൽ 12 ലക്ഷത്തിൻ്റെ വരെയുള്ള ഇതിന് ടാക്സ് ഇല്ല. അപ്പം 12 പ്ലസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 കൂടെ കൂട്ടുക 12,75,000 വരെ. നോർമലി ഈ സാലറീഡ് എംപ്ലോയീസിന് ഇതില്ല. എന്തായാലും പറയുന്നത് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല. പക്ഷേങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിനായിട്ടോ പിന്നെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഷെയർസിനകത്തൊക്കെ വരുന്നതോ അതുപോലെ റെൻ്റ് അതൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അതിലൊക്കെ വരുന്നതിന് നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഇതിൻ്റെ ഈ സ്ക്രീനെ കാണുന്ന ഈ രീതിയിൽ തന്നെ നമ്മൾ ടാക്സ് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരൊക്കെ വിവരിക്കുമ്പോൾ അതിനകത്തൊന്ന് മനസ്സിലാക്കണം. എൻ്റെ ഒരു ഇതിൽ സാലറീഡ് ആൾക്കാർക്കാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. ഇതല്ല 12,70,000 വരെയുള്ള അത് കിട്ടുന്നത്. അതല്ലാതെ ബാക്കി നമ്മളിപ്പോൾ ബിസിനസ്സിൽ കൂടെ നമുക്കിത് കിട്ടിയാലും റെൻ്റ് വഴി കിട്ടിയാലും ക്യാപിറ്റൽ ഗെയിനിൽ കൂടെ ഒക്കെ കിട്ടിയാലും അതിനെല്ലാം തന്നെ ഇത് വെച്ചിട്ടുള്ള ടാക്സ് കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ നോർമലി ബഡ്ജറ്റ് നല്ല ബഡ്ജറ്റ് തന്നെയാണ്. പിന്നെ ഷെയർ മാർക്കറ്റിന് നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ഒരു എക്സ്പെക്റ്റേഷൻ കാണും നമ്മുടെ ഒരു ഇത് വരുമ്പോൾ. ഇപ്പോൾ പ്രത്യേകിച്ച് ഡിഫൻസ് സെക്ടറിൽ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലെ റെയിൽവേ സെക്ടറിലൊക്കെ നല്ലൊരു പിന്നെ ഫണ്ട് നീക്കി വെക്കുന്നൊക്കെ ഉള്ളൊരു ഇത് കാണും. ഇപ്പോൾ പക്ഷേങ്കിൽ അങ്ങനെ ഒരു എക്സ്ട്രാ ഫണ്ട് നീക്കി വെച്ചതായിട്ടില്ല. അതാണ് മാർക്കറ്റ് അത്രയും ഒരു ഇതായിട്ട് മാർക്കറ്റ് അതിൻ്റെ ഒരു പോസിറ്റീവ് ഇത് കാണാഞ്ഞത്. പക്ഷേങ്കിൽ
നേരത്തെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു റെയിൽവേ സെക്ടറിലൊക്കെ നല്ല രീതിയിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുമെന്ന്. പക്ഷേങ്കിൽ മാർക്കറ്റ് ഉദ്ദേശിച്ച രീതിയിലൊന്നും ചെയ്യാത്തതുകൊണ്ട് അതിന് മുന്നിലെ ഈ ഷെയറുകളൊക്കെ കയറിയ ഷെയറുകളെല്ലാം നല്ല രീതിയിൽ ഇറങ്ങി. നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചാലറിയാം, ഡിഫൻസിൻ്റെ കമ്പനികളെ, ഷിപ്പിംഗ് കമ്പനികളെ, പിന്നെ റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളെ, പിന്നെ വേറെ ഏതൊക്കെയാണ്, ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെല്ലാം, പ്രത്യേകിച്ച് LNT അങ്ങനെയൊക്കെയുള്ള ഷെയറൊക്കെ നല്ലതായിട്ട് ഇറങ്ങിപ്പോയി ബഡ്ജറ്റിൻ്റെ ഇടയിൽ. പക്ഷേ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഷെയറുകൾ കയറിപ്പോയി. അത് ഇപ്പോൾ ഈ ഇത്രയും പൈസ 12,70,000 എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് ഏകദേശം 1,00,000 കോടി രൂപയുടെ ബാധ്യത വരുന്നുണ്ട്. അവർക്ക് ആദായ നികുതി കിട്ടുന്നതിന് കുറയും. അപ്പം ആ പൈസ പബ്ലിക്കിൻ്റെ കയ്യിലായിരിക്കും. അവരതൊന്നിപ്പം മറ്റ് ഇതിൽ യൂസ് ചെയ്യും, വിപണിയിൽ എത്തിക്കും. ഓഹരി വിപണിയിൽ പൈസ വരും. അതുപോലെ മറ്റ് ഈ എല്ലാ ഇതിലും ഇപ്പം പ്രത്യേകിച്ച് ഈ നമ്മൾ പറയുന്ന എന്താണ്, ടൂറിസം മേഖല, അതുപോലെ ഓരോ പല പല സാധനങ്ങൾ, ഈ TV, ഫ്രിഡ്ജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാനും മറ്റു പല കാര്യങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വരും. അതിലൂടെ അവർക്ക് ഗവൺമെൻറ്റിന് ബെനിഫിറ്റ് ആകും. എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉപഭോഗം നടക്കുമ്പോൾ അതിൻ്റെതായിട്ടനുസരിച്ചുള്ള ടാക്സ് കിട്ടും. അല്ലാതെ എല്ലാ രീതിയിലും ആൾക്കാർ കൂടുതലായിട്ട് ചിലവാക്കും. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഫാമിലി ഉദ്ദേശിച്ചാണ്. അവർക്ക് കൂടുതൽ ചിലവാക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതിലൂടെ അവർക്കത് കവർ ചെയ്യാൻ പറ്റും ഈ ബഡ്ജറ്റിൽ. പിന്നെ എൻ്റെ ഒരു കണക്കൂട്ടൽ ബഡ്ജറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രണ്ട്ലി അല്ല. ചില സെക്ടർ, അതായത് കൺസ്യൂമർ ഗുഡ്സിൻ്റെ, അതിലും ഓൾറെഡി വിൽക്കാറുള്ള ഷെയറുകളെല്ലാം ഓവർ വാല്യൂഡാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഷെയറുകളെല്ലാം ഓവർ വാല്യൂഡാണ്. അപ്പം അതിനകത്ത് ഒരു കാര്യമായ ഒരു ഇത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഹെവി മൂവ്മെൻറ്റ്. ഇപ്പം 12 ലക്ഷത്തിൻ്റെ ഒരു 12.25 ലക്ഷം ഇതായെന്ന് പറഞ്ഞ് നാളെ തൊട്ട് ആൾക്കാർ പർച്ചേസ് ചെയ്യത്തൊന്നുമില്ല. അതിനൊക്കെ ടൈം എടുക്കും. അത് ടൈം എടുക്കും. ഇപ്പോഴത്തെ ഒരു നോർമൽ രീതിയിൽ ആൾക്കാർ ചെയ്യുന്ന പോലെ ചെയ്യത്തുള്ളൂ. അല്ലാതെ 12,75,000 രൂപയുടെ ഇത് ആയെന്നും പറഞ്ഞ് അടുത്ത ദിവസം പോയി TVയും ഫ്രിഡ്ജും അല്ലെങ്കിൽ ടൂറിന് പോവുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിരതയും കപ്പാസിറ്റിയും ഒക്കെ അനുസരിച്ചിരിക്കും. എന്നാലും ആ ഒരു പ്രതീക്ഷ കൊണ്ട് ആ ഷെയറിനകത്ത് ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ ഷെയറുകൾ കുറച്ച്, ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ട്രെൻഡ്, നെസ്ലെ അങ്ങനെയൊക്കെയുള്ള പിന്നെ ബ്രിട്ടാനിയ ഇങ്ങനെയൊക്കെയുള്ള കൺസ്യൂമർ റിലേറ്റഡുള്ള കമ്പനികളെല്ലാം നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ എത്ര കയറുമെന്ന് അറിയത്തില്ല. എന്നാലും ബഡ്ജറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ടോട്ടലി ഇപ്പോഴത്തെ കണ്ടീഷനിൽ വലിയ മൂവ്മെൻറ്റ് അപ്പിലോട്ട് മാർക്കറ്റ് വരാൻ ചാൻസ് ഇല്ല. മാർക്കറ്റ് ബിയറിഷ് ട്രെൻഡിൽ തന്നെയാണ്. വരും ദിവസങ്ങൾ ചിലപ്പോൾ പുതിയ ലോയിലോട്ടും പോയെന്നിരിക്കാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മൾ ടോപ്പ് ഗനേഴ്സിൽ പോവുകയാണെങ്കിൽ ഇവിടുന്ന് Nifty 50 ഷെയർ എടുക്കാൻ പറ്റും. അതുപോലെ സെക്യൂരിറ്റീസ് എബോവ് 20 എന്ന് പറഞ്ഞ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ വോളിയം ഇല്ലാത്ത ഷെയറുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ സീബർ സ്ട്രേറ്റ് അപ്ലൈ ചെയ്യാൻ. ഇവിടെ വോളിയം നോർമൽ, ഇവിടെ നോക്കിക്ക്, ഇവിടെ പല ഷെയറിനകത്തും ഇത് കണ്ടില്ലോ, 1 കോടി വോളിയം, 56 ലക്ഷം. നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ വോളിയത്തിലുള്ള ഷെയറിനകത്ത്, മൂവ്മെൻ്റ് നടന്ന ഷെയറിനകത്ത് ഒരു 5-6 ഷെയർ നമ്മുടെ ഇഷ്ടത്തിന് ഷെയർ സെലക്ട് ചെയ്യുക. ഇപ്പം ഈ ഷെയർ ഇപ്പം AMN പ്ലാസ് എന്ന് പറഞ്ഞാൽ 47,000 വോളിയമുള്ളൂ. നമ്മൾ ഒരിക്കലും ഇത് എടുക്കരുത്. നമ്മൾ മാക്സിമം ഇവിടെ സോർട്ട് ചെയ്യാൻ പറ്റും. സോർട്ട് ചെയ്തിട്ട് ഇവിടെ കാണുമ്പോൾ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഒരു 4-5-6 ഷെയർ എടുക്കുക. അത് നല്ല ഹൈ ക്വാളിറ്റി കമ്പനിയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ എടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ CBR സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ എൻട്രി എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം പണ്ടത്തെ കിട്ടുന്ന ഷെയറുകൾ, ഇപ്പം ഞാൻ നേരത്തെ ആണെങ്കിൽ ഷെയറുകൾ പറയുമായിരുന്നു ഇന്ന ലെവലുകളൊക്കെ, ഇന്ന ലെവൽ വന്നാൽ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊന്നും അങ്ങനത്തെ ചാൻസുകൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ CBR സ്ട്രാറ്റജി കണ്ടുപരിചയമുള്ളവർക്ക് അറിയാം എവിടെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവരതിൻ്റെ അനുസരിച്ച് ഷെയറുകൾ എടുക്കുക. ഇതിനകത്ത് ഷെയറുകളും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഷെയർ എടുക്കും. ഇവിടെ ഇഷ്ടംപോലെ ഷെയറുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ടോപ്പിലുള്ള ഏത് ഷെയർ വേണമെങ്കിലും എടുക്കാം. 5-10 ഷെയർ എടുത്താൽ മതി. 10ൻ്റെ ആവശ്യമില്ല. 5 ഷെയർ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. അതിനകത്ത് CBRൻ്റെ നമ്മുടെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. നമുക്ക് ചാൻസ് കിട്ടുന്ന ഷെയറിനകത്ത് എടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ തിങ്കളാഴ്ചത്തേന് വേണമെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഷെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയർ എടുക്കുക. ഞാനായിട്ടൊന്നും പറയുന്നില്ല.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയർ എടുക്കുക. പ്രത്യേകിച്ച് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഈ 10% അപ്പർ സർക്യൂട്ടുള്ള ഷെയറിനകത്ത് ശ്രദ്ധിക്കണം. ഇപ്പം 10% അടുത്തൊക്കെ, അതുപോലെ സർക്യൂട്ടിനടുത്ത് അപ്പർ സർക്യൂട്ടിനൊക്കെ അടുത്തിരിക്കുന്ന ഷെയർസിനകത്തൊക്കെ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. ഇപ്പോൾ 15% മുകളിൽ ഒരു ഷെയർ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് നോക്കി നല്ല രീതി എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ അതിനകത്തൊക്കെ ട്രേഡ് എടുക്കുക. അല്ലാത്തതെങ്കിൽ അപ്പർ സർക്യൂട്ട് ആയെങ്കിൽ നമുക്ക് പണിയാവും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബഡ്ജറ്റ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് സെറ്റാണ്. ബാക്കി സ്റ്റോക്ക് മാർക്കറ്റിന് അത്ര ബെനിഫിറ്റായിട്ട് തോന്നുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റ് ബെനിഫിറ്റായിട്ട് തോന്നിയതിന് ഇപ്പോൾ റെയിൽവേ സെക്ടറിലും ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലും ഒക്കെ കൂടുതൽ ഇത് ചെയ്യുന്നു. അതുപോലെ ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലൊന്നും ഇവരൊരു കുറവും വരുത്തില്ല. അതൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ഇത് നമുക്ക് മാർക്കറ്റിലൊരു പോസിറ്റീവ് ഒരു ഇത് കിട്ടിയേനെ. പക്ഷെ അതൊന്നും കിട്ടിയില്ല. ഒന്നിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ നോർമൽ മൂവ്മെൻറ്റ് നടന്ന മാർക്കറ്റും, അതല്ല എങ്കിൽ ഹെവി സെല്ലിങ് മാർക്കറ്റ് വരാൻ ചാൻസ് കൂടുതലാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു കാൽക്കുലേഷനാണ്. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ചെയ്യുക. നമ്മൾ ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു വ്യൂ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.